ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനുശേഷം നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് നമ്മൾ ഡിഫറൻസ്. ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് അക്കൗണ്ടൻസ് മൂന്നിൻ്റെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബുക്ക് കീപ്പിംഗ് എന്താണ്, അക്കൗണ്ടിങ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്, അക്കൗണ്ടൻസി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ റൗണ്ടായിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അക്കൗണ്ടിങ്, അക്കൗണ്ടൻസി, അതേപോലെ തന്നെ ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടൻസി എന്നുള്ളത് ഏറ്റവും പുറത്ത് ഉള്ള ഒരു ലെയറാണ്. അതിൻ്റെ ഉള്ളിലുള്ളതാണ് അക്കൗണ്ടിങ്. ഏറ്റവും ഉള്ളിലുള്ളതാണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളത്. അപ്പം അക്കൗണ്ടൻസിയിൽ വരുന്നതാണ് കാര്യങ്ങളെല്ലാം തന്നെ എന്നുള്ളത് മനസ്സിലാക്കാം. അക്കൗണ്ടൻസി എന്നുള്ള ആ മുഴുവൻ ഇതിലും വരുന്നതാണ് ബുക്ക് കീപ്പിംഗ്, അതേപോലെ അക്കൗണ്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളിൽ വരുന്നത്. ഇതിന് മാത്രം ഇത് മനസ്സിലാക്കാനാണ്. The term bookkeeping and accounting often considered as same, but it is not correct. Accounting is a wider concept and includes bookkeeping also. Accounting എന്ന് പറയുന്നത് ഒരു wider concept ആണ്. ബുക്ക്കീപ്പിംഗ് കൂടി വരുന്നത് wider ആയിട്ടുള്ള concept ആണ്. Accounting എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു wider ആയിട്ടുള്ള concept ആണ്. അതിനുള്ളിൽ വരുന്ന ഒരു concept ആണ് ബുക്ക്കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക്കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി എന്നുള്ള ഒരു വൈഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിന്റെ ഉള്ളിൽ വരുന്ന ചെറിയ കാര്യമാണ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് വളരെ ചെറിയൊരു കാര്യമാണ്. ബുക്ക് കീപ്പിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. കീപ്പിംഗ് എന്താണ്, ബുക്ക് കീപ്പിംഗ് എന്താണ്? ബുക്ക് കീപ്പിംഗ് ഇതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ഡീലിംഗ്സ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. സെറ്റ് ഓഫ് ബുക്സിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കീപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് സെറ്റ് ഓഫ് ബുക്സിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ആ കലയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ഓഫ് റെക്കോർഡിംഗ്, ആ റെക്കോർഡിംഗ് മാത്രമേ അതിൽ വരുന്നുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു സെറ്റ് ഓഫ് ബുക്സിൽ എല്ലാ കാര്യങ്ങളും, ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് ആണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അല്ലാതെ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഈ റൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിനെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്. അപ്പൊ അക്കൗണ്ടിങ് ഡെഫിനേഷൻ നമ്മൾ ആദ്യം പഠിച്ച സമയത്ത് ഇതിൽ പറയുന്നത് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, റിപ്പോർട്ടിംഗ്, അനലൈസിങ്, ഇന്റർപ്രിറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ബുക്ക് കീപ്പിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. ബുക്ക് കീപ്പിംഗിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ വരുന്നു. റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് മാത്രമേ ഇതിൽ വരുന്നു. ബുക്ക് കീപ്പിംഗിൽ വരുന്നു റെക്കോർഡിംഗും ക്ലാസിഫയിങ് മാത്രമേ ഇതിൽ വരുന്നു. ഇവിടെ ബുക്ക് കീപ്പിംഗ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഒരു പാർട്ടാണ്. ബുക്ക് കീപ്പിംഗ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരും. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൽ ഒരു പാർട്ടാണ്. And it is mainly concerned with recording transaction in a journal, classify, summarizing എന്നതിലുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒരു റെക്കോർഡിംഗ്, മെയിൻലി കൺസേൺ വിത്ത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ. ജേണലിലും ലെഡ്ജറിലും ട്രാൻസാക്ഷൻസ് എഴുതുക എന്നുള്ളത് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ക്ലാസിഫൈ, ജേണലിലേക്ക് എഴുതുക, അതേപോലെ തന്നെ ക്ലാസിഫൈ ചെയ്ത് ലെഡ്ജറിലേക്ക് എഴുതുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റിംഗ്, ബാലൻസിങ്, അക്കൗണ്ടിംഗ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ മാറ്റി എഴുതുക. ജേണലിലേക്ക് എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ ലെഡ്ജറിലേക്ക് മാറ്റി എഴുതലും അതേപോലെ തന്നെ അതിൻ്റെ കറക്റ്റായിട്ട് കൂട്ടുക, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. പോസ്റ്റിംഗ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ബുക്ക് കീപ്പിംഗിൽ വരുന്നത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വരുന്നു. നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൽ തന്നെ റെക്കോർഡിംഗ്, അതേപോലെ തന്നെ ക്ലാസിഫയിങ്, സമ്മറൈസിങ്, റിപ്പോർട്ടിംഗ്, അനലൈസിങ്, ഇന്റർപ്രിറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ വെറും രണ്ട് കാര്യങ്ങൾ മാത്രമേ അതിൽ ഇവിടെ ബുക്ക് കീപ്പിംഗിൽ വരുന്നുള്ളൂ കാണാം. അതായത് റെക്കോർഡിങ്ങും അതേപോലെ തന്നെ ക്ലാസിഫയിങ്. അതായത് ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തുകയും അതിനെ എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ള ഒന്നാമത്തെ കടമയാണ് ഇവിടെ ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നത്. ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തുക. ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്ന കാര്യങ്ങളിൽ ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിനെ കണ്ടെത്തുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട്. രണ്ടാമത് എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ എന്നുള്ള ബുക്കിലേക്കാണ്. ജേണൽ എൻട്രി എന്ന് പറഞ്ഞിട്ട് ജേണൽ ബുക്കിലേക്ക്
ബുക്കിലേക്കാണ് എഴുതുന്നത്. ഇതിന് ജേണലൈസിംഗ് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ജേണൽ എന്നുള്ള ബുക്കിലേക്ക് എഴുതും. രണ്ടാമത് ചെയ്യുന്നു, ഇതിനെ ഒരേ സ്വഭാവമുള്ള കാര്യങ്ങളെ അതിൽ നിന്ന് മാറ്റി വേറൊരു ബുക്കിലേക്ക് എഴുതും. ലെഡ്ജർ എന്നുള്ള വേറൊരു ബുക്കിലേക്ക് എഴുതും. അതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതും. ഓരോ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതും. ക്ലാസിഫൈ ചെയ്യും. ഒരേ സ്വഭാവമുള്ള കാര്യങ്ങൾ, സാലറി ആണെങ്കിൽ സാലറി ഓരോ മാസം കൊടുത്തിട്ടുണ്ടാവും, പല ആൾക്കാർക്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനെല്ലാം തന്നെ ജേണൽ എന്നുള്ള ബുക്കിൽ നിന്ന് എടുത്ത് വേറൊരു ബുക്കിലേക്ക് മാറ്റി എഴുതുന്നില്ല. ക്ലാസിഫൈങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ജേണലിലൂടെ ബുക്ക് കീപ്പിംഗിൽ വരുന്ന ഇത്രയും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ബുക്ക് കീപ്പിംഗിൽ വരുള്ളൂ. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ബ്രോഡായിട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റാണ്. അതിന് കുറച്ചുകൂടി ചെറുതായിട്ട് അക്കൗണ്ടൻസി പറയാനായിട്ട് സാധിക്കും. അതിൽ പിന്നെയും ചെറുതായിട്ട് രണ്ട് ഫങ്ഷൻസ് മാത്രം, റെക്കോർഡിങ്ങും ക്ലാസിഫൈയിങ്ങും മാത്രമേ ബുക്ക് കീപ്പിംഗ് വരുള്ളൂ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ബുക്ക് കീപ്പിംഗ് ഇൻവോൾവ്സ്, ബുക്ക് കീപ്പിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത്, ബുക്ക് കീപ്പിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തതെന്നുള്ളതാണ്. ഐഡന്റിഫൈങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. ഫിനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അത് മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ ഫിനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കണ്ടെത്തുക. രണ്ടാമത്തെ റെക്കോർഡിംഗ് ദി ഐഡന്റിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഈ കണ്ടുപിടിച്ച ഫിനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ ജേണലിലേക്ക് എഴുതുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് വരുന്നത്. ജേണൽ എന്നുള്ള ബുക്കിലേക്ക് എഴുതുക. ഫിനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചു. ആ കാര്യങ്ങളൊക്കെ തന്നെ ജേണൽ എന്നുള്ള ബുക്കിലേക്ക് എഴുതുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ബുക്ക് കീപ്പിംഗിൽ വരുന്നത്. അടുത്തത് മൂന്നാമത് ക്ലാസിഫൈങ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്, പോസ്റ്റിംഗ് ദം ടു ലെഡ്ജർ. ഈ ജേണൽ എന്നുള്ള ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ദിവസവും ആ ഡേറ്റ് ഓർഡറിൽ ടൈം ഓർഡറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഒരേ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്ത് ലെഡ്ജർ എന്നുള്ള വേറൊരു ബുക്കിലെ അക്കൗണ്ട് എന്നുള്ള ഓരോ പേജിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുക, പോസ്റ്റിംഗ് എന്ന് പറയും. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ജേണൽ എന്നുള്ള ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഒരേ സ്വഭാവമുള്ള കാര്യങ്ങളെ കണ്ടെത്തിയിട്ട് അതിനെ ലെഡ്ജർ എന്നുള്ള ബുക്കിലെ ഓരോ പേജിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ബുക്ക് കീപ്പിംഗിൽ വരുന്നത്. നാലാമത്തെ സ്റ്റെപ്പായിട്ട് ബാലൻസിംഗ് ഓഫ് അക്കൗണ്ട് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ഇതെല്ലാം തന്നെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ടോട്ടൽ ചെയ്യും. ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ ടോട്ടൽ ചെയ്യുക. ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയും. ഇതൊക്കെ ടോട്ടൽ ചെയ്യാനുള്ള അവസാനം നമ്മൾ ചെയ്യണം. അപ്പം 4 സ്റ്റെപ്പുകളാണ് ഇവിടെ ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗിൽ ആകപ്പാടെ 4 സ്റ്റെപ്പുകൾ മാത്രമാണ്. ഒന്നാമത് ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതും, രണ്ടാമത് ഫൈനാൻഷ്യലി മെഷറബിൾ ആയ കാര്യങ്ങളെ കണ്ടെത്തിയ കാര്യങ്ങളെ ജേണൽ എന്നുള്ള ബുക്കിലേക്ക് എഴുതുക എന്നുള്ളത് രണ്ടാമത്തത്. മൂന്നാമത്തത് ഈ ജേണൽ എന്നുള്ള ബുക്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡേറ്റ് കോഡിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരേ സ്വഭാവമുള്ള കാര്യങ്ങളെ കണ്ടെത്തിയിട്ട് അതിനെ വേറൊരു ബുക്കിലേക്ക് മാറ്റി എഴുതും. ലെഡ്ജർ എന്നുള്ള വേറൊരു ബുക്കിലെ ഓരോ പേജിലേക്ക് മാറ്റി എഴുതും. അതാണ് ലെഡ്ജർ എന്നുള്ള ബുക്കിലെ ഓരോ പേജ് എന്ന് പറയുന്ന അക്കൗണ്ട് എന്നുള്ള ബുക്കിലാണ് പറയുന്നത്. ആ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതും. സാലറി ആണെങ്കിൽ ഒരു പേജ് ലെഡ്ജറിലെ ഒരു പേജിലേക്ക് എഴുതുന്നു. അതേപോലെ തന്നെ വേജസ് ആണെങ്കിൽ അത് വേറെ പേജിലേക്ക് എഴുതുന്നു. റെന്റ് ആണെങ്കിൽ അത് വേറെ പേജിലേക്ക് എഴുതുന്നു. അതൊക്കെ എന്ത് ചെയ്യണം, ജേണൽ എന്നുള്ള ബുക്കിൽ നിന്ന് എടുത്തിട്ട് വേണം ലെഡ്ജറിലേക്ക് നമ്മൾ എഴുതാൻ. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. നാലാമത്തെ സ്റ്റെപ്പായിട്ട് ടോട്ടൽ ചെയ്യാൻ ഇതിന്റെ ഓരോ പേജ് ലെഡ്ജറിന്റെ ഓരോ പേജ് ടോട്ടൽ ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നാലാമത്തെ വരുന്നത്. ട്രയൽ ബാലൻസ് എന്നുള്ള ഒരു അക്കൗണ്ടും ഒരു സ്റ്റേറ്റ്മെന്റും ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ബുക്ക് കീപ്പിംഗിൽ വരുന്നത്. പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ അക്കൗണ്ടിങ്ങിന് ഇത്രയും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിലാകപ്പാടെ ബുക്ക് കീപ്പിംഗിൽ വരുന്ന 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ റെക്കോർഡിങ്ങും ക്ലാസിഫൈയും മാത്രമേ ഇതിന്റെ ബുക്ക് കീപ്പിംഗിൽ വരുന്നുള്ളൂ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ സെറ്റ് ഓഫ് ബുക്സ്. ഒരു സെറ്റ് ഓഫ് ബുക്സിൽ കാര്യങ്ങളെല്ലാം തന്നെ ഫിനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഈ ബുക്ക് കീപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുക്ക് കീപ്പിംഗിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് ആർക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറെ നോളജിന്റെ ആവശ്യം ആർക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇതെല്ലാം കൂടി എഴുതി വെക്കാനായിട്ട് ഒരു 2-3 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ആർക്കും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ
വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അക്കൗണ്ടൻസിയെ കുറിച്ച് കുറച്ചുകൂടി പഠിച്ച ആൾക്കാർക്ക് മാത്രമേ അക്കൗണ്ടൻസി വർക്ക് അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബുക്ക് കീപ്പിംഗ് ചെയ്യാനായിട്ട് അധികം നോളജ് ഒന്നും വേണ്ട. അതിനെക്കുറിച്ച് ഇതിന്റെ കമ്പാരിസൺ നമ്മൾ പഠിക്കും. ആ സമയത്ത് പറയുന്നത് തമ്മിൽ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് തമ്മിലുള്ള കമ്പാരിസൺ. അടുത്ത അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് എന്താണല്ലോ? അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് തുടങ്ങുന്നത്. ബുക്ക് കീപ്പിംഗ് എവിടെയാണ് അവസാനിക്കുന്നത്? ലെഡ്ജറിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നിടത്താണ് അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത്. ആദ്യം ജേണൽ എഴുതുന്നു. ആ ജേണൽ എഴുതിയ കാര്യങ്ങളെല്ലാം തന്നെ ലെഡ്ജറിലേക്ക് മാറ്റി എഴുതും. ആ ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്നതോടുകൂടി ബുക്ക് കീപ്പിംഗിലെ കാര്യങ്ങളെല്ലാം തന്നെ അവസാനിക്കുക. അവിടെ മുതലാണ് അക്കൗണ്ടിങ് തുടങ്ങുന്നത്. അക്കൗണ്ടിങ് തുടങ്ങുന്നത് ബുക്ക് കീപ്പിംഗ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ അക്കൗണ്ടിങ് തുടങ്ങുന്നതാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള ഫംഗ്ഷൻസ് എല്ലാം 2 ഫംഗ്ഷൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ഫംഗ്ഷൻസും ഇതിൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന ആദ്യത്തെ 2 ഫംഗ്ഷൻസ് റെക്കോർഡിങ് അതുപോലെ തന്നെ ക്ലാസിഫൈയിങ് ഒഴിച്ച് ബാക്കി എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ഇവിടെ അക്കൗണ്ടിങ്ങിലാണ് വരുന്നത്. അക്കൗണ്ടിങ് തുടങ്ങുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെയാണ് അക്കൗണ്ടിങ് തുടങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത് ക്ലാസിഫൈയിങ്ങിലാണ്. അതായത് ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് അത് കൂട്ടി എഴുതുന്നതോടുകൂടി ബുക്ക് കീപ്പിംഗിന്റെ വർക്ക് കഴിഞ്ഞു. അതിനുശേഷം അക്കൗണ്ടിങ് വർക്ക് തുടങ്ങാണ്. ഒന്നാമത്തെ സമ്മറൈസിംഗ് ആണ്. കാര്യങ്ങളെല്ലാം സമ്മറൈസിംഗ് ദി ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ഇൻ ദി ഫോം ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ക്ലാസിഫൈ ചെയ്ത ഇൻഫർമേഷൻ, ഓരോ അക്കൗണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത ഇൻഫർമേഷനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ് ഷീറ്റും ഉണ്ടാകും. ഈ കാര്യങ്ങളാണ് സമ്മറൈസിംഗ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സമ്മറൈസിംഗ്. അക്കൗണ്ടിങ്ങിന് ഒന്നാമത്തെ സ്റ്റെപ്പാണ് സമ്മറൈസിംഗ്. അതായത് നേരത്തെ തന്നെ ക്ലാസിഫൈ ചെയ്ത ഇൻഫർമേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ഒരു ബാലൻസ് ഷീറ്റിലേക്കും മാറ്റും. പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുന്നു. അങ്ങനെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്പായിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അടുത്ത അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ്. ആഫ്റ്റർ reading and analyzing profit and loss account and balance sheet, accountant find out or drawing out meaningful information from them. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും അനലൈസ് ചെയ്തതിനു ശേഷം ഒരു അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? സാധാരണ ഒരു അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? അതിന് മീനിങ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടത് പ്രോഫിറ്റ് ആണ് ലോസ് ആണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് പ്രോഫിറ്റ് കൂടുതലുണ്ട്. എത്ര ശതമാനം പ്രോഫിറ്റ് കൂടുതലുണ്ട്? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ലോസ് ആണ്. എത്ര ശതമാനം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കൂടുതലുണ്ട്? എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? അതേപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ കൈവശം ഇത്രമാത്രം ക്യാഷ് ഉണ്ട്, അതേപോലെ ഇത്ര ആൾക്കാർക്ക് പൈസ കൊടുക്കാറുണ്ട്. എന്താണ് ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ അവസ്ഥ എന്താണ്? അങ്ങനെ എന്ത് ചെയ്യും? ഒരു അനാലിസിസ് നടത്തും. അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ. എന്തായിരിക്കും ഇതിന്റെയൊക്കെ കാരണം? ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ നടത്തുന്ന അക്കൗണ്ടന്റ് ആണ്. അപ്പം ഈ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ അക്കൗണ്ടിന്റെ ഈ കാര്യങ്ങളൊക്കെ ഇന്റർപ്രിട്ടേഷനും അതേപോലെ അതിന്റെ അനാലിസിസും ഒക്കെ നടത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് അയാൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് കുറയാൻ കാരണം, എന്തുകൊണ്ടാണ് നമുക്ക് ലോസ് ഉണ്ടാകാനുള്ള കാരണം, അതേപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ കൂടാനുള്ള കാരണം എന്താണ്, നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം? കൂടുതലായിട്ട് ഇന്റർപ്രിട്ടേഷൻ നടത്താനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ട ജോലിയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അക്കൗണ്ടിങ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്ന അനലൈസിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്തു. ഈ ഇൻഫർമേഷൻ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആർക്കൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കുറെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഉണ്ട്. ഈ യൂസേഴ്സിനെല്ലാം തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് അതേ വിദ്യാഭ്യാസത്തിൽ അക്കൗണ്ടൻസി അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബിസിനസിന്റെ ലാംഗ്വേജാണ്. ആ ലാംഗ്വേജിൽ നിന്ന് മാറ്റിയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ അവർക്ക് മാറ്റി കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹിയർ അക്കൗണ്ടിങ് കമ്മ്യൂണിക്കേറ്റ് റെലവന്റ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആരൊക്കെയാണ് നമ്മൾ
പഠിച്ചു. ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ നമ്മൾ ഈ ഇൻഫർമേഷൻ എല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. In actual practice, the accounting process, ശരിക്കുള്ള പ്രാക്ടീസിൽ വരുന്നത് actual practice accounting process includes the bookkeeping function also, because the basis of bookkeeping records, an accountant prepares financial statement like profit and loss account, but ഇവിടെ തന്നെ ശരിക്കും ആക്ച്വൽ പ്രാക്ടീസിൽ ഈ വർക്കുകളെല്ലാം തന്നെ ഒരു അക്കൗണ്ടന്റ് ആണ് ചെയ്യുന്നത്. വലിയൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സാധാരണഗതിയിൽ ഒരു ബുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരാളെ ആക്കുന്നുണ്ടാവും. അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ട് ഒരു സി എക്കാരനോ അല്ലെങ്കിൽ നമ്മളെ പോലെ അക്കൗണ്ടൻസി പഠിച്ച ഒരാളൊക്കെ ആയിരിക്കും അക്കൗണ്ടിങ് വർക്ക് ചെയ്യും ശരിയായ രീതിയിൽ. ചെറിയൊരു സ്ഥാപനമാകുമ്പോൾ അവിടെ ചെയ്യും എല്ലാ വർക്കും ഒരാൾ തന്നെ ചെയ്യും. ഒരാൾ രണ്ടോ മൂന്നോ ആൾക്കാരെ വെക്കുന്നതിന് വരെ ഒരാൾ തന്നെ ചെയ്യും. പക്ഷെ വലിയൊരു സ്ഥാപനമാകുമ്പോൾ അധികം ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് സാധാരണഗതിയിൽ ബുക്ക് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ വെക്കും. അതിനുശേഷം അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ബുക്ക് കീപ്പിംഗ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കീപ്പിംഗ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗ് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ ക്ലാസിഫൈങ് എന്നുള്ള പ്രോസസ്സ് കഴിയാണ് കഴിയുന്നത്. അതായത് ലെഡ്ജറിലേക്ക് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നു. അതോടുകൂടി ബുക്ക് കീപ്പിംഗ് കഴിയും. അതിനുശേഷമുള്ള വർക്കുകളെല്ലാം തന്നെ അക്കൗണ്ടിങ് വരുന്ന സമ്മറൈസ്, ഇതെല്ലാം സമ്മറൈസ് ചെയ്ത് എല്ലാ അക്കൗണ്ടുകളും സമ്മറൈസ് ചെയ്തിട്ട് അത് ഓരോ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോവുക. അതിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്, അതേപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രയാണെന്നുള്ളത് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സമ്മറൈസിംഗ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അനലൈസിംഗ് ഇന്റർപ്രിട്ടേഷൻ. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നോക്കിയതിനു ശേഷം നമുക്ക് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ്ങിന്റെ ബുദ്ധി വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ട്, ലോസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് കമ്പനികൾ ഇതേപോലുള്ള ബിസിനസ് ചെയ്യുന്ന മറ്റ് കമ്പനികളുണ്ടാവും, അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷനും അവരുടെ പ്രോഫിറ്റുമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നു. അങ്ങനെ ഒരു വിശദമായ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ലാസ്റ്റ് വേണം കമ്മ്യൂണിക്കേഷൻ. ഈ വിശദമായ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് ടേംസിലായിരിക്കും, അക്കൗണ്ടിങ് ലാംഗ്വേജിലായിരിക്കും. അത് സാധാരണ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടാവും. കുറെ ആൾക്കാർ നമ്മൾ പറഞ്ഞു ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് അടുത്ത ടാസ്ക് ആയിട്ട്. ഇത്രയും ടാസ്കുകളാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ബുക്ക് കീപ്പിംഗ് എവിടെ അവസാനിക്കുന്നോ അവിടെയാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മളുടെ കമ്പാരിസൺ ആണ്. അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് നമ്മളുടെ കമ്പാരിസൺ ആണ് ഇവിടെ. അക്കൗണ്ടിങ്ങും അതേപോലെ ബുക്ക് കീപ്പിംഗ് നമ്മളുടെ കമ്പാരിസൺ ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നാമത്തത് ബേസിസ് മീനിങ് ആണ് ഒന്നാമത്തെ ഇതായിട്ട് പറയുന്നത്. എന്താണ് ബുക്ക് കീപ്പിംഗിന്റെ മീനിങ്? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ കൺസിസ്റ്റ് ഓഫ് റെക്കോർഡിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിംഗിന്റെ മീനിങ് ആയിട്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഇവിടെ ബുക്ക് കീപ്പിംഗിൽ ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിംഗ് ആണെങ്കിലോ കൺസിസ്റ്റ് ഓഫ് പ്രിപ്പറേഷൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അതിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിംഗിൽ വരുന്നത്. അതേസമയം തന്നെ അക്കൗണ്ടിംഗിൽ വരുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ടാസ്ക്കാണ്. കാരണം ഇതെല്ലാം തന്നെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഇന്റർപ്രിട്ടേഷനും അതേപോലെ അനാലിസിസ് എല്ലാം തന്നെ അതിൽ വരുന്നത്. ഇതിന്റെ ടൂൾസ്, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്? ബുക്ക് കീപ്പിംഗിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജേണലും ലെഡ്ജറുമാണ്. രണ്ട് ബുക്കുകളാണ്. ആദ്യത്തെ പ്രൈമറി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ജേണലാണ്. ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ഈ രണ്ട് ബുക്കുകളാണ് പ്രധാനമായും അവരുടെ ടൂൾ. ബുക്ക് കീപ്പറുടെ അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് വർക്ക് ചെയ്യുന്ന ആളുടെ ടൂൾ എന്ന് പറയുന്നത് ഈ രണ്ട് ബുക്കുകളാണ്. ജേണൽ എന്നുള്ള ബുക്കിലേക്ക് ആദ്യം എഴുതുന്നു, അതിൽ നിന്ന് ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്ക്. അങ്ങനെ രണ്ട് ടൂളാണ് അവരുടെ കൈവശം. രണ്ട് ബുക്കുകളാണുള്ളത്. അതിലേക്കാണ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ കൈവശമുള്ള പ്രധാനപ്പെട്ട രണ്ട് ബുക്കുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് മാത്രമാണ്. പക്ഷെ അക്കൗണ്ടന്റ് ആണെങ്കിലോ അക്കൗണ്ടിന്റെ കയ്യിൽ അവരുടെ കയ്യിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് അവരുടെ കൈവശം ഉള്ളത്. ഒരു അക്കൗണ്ടന്റിന്റെ കൈവശം ഉള്ളത് പ്രധാനപ്പെട്ട
ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അത് എന്തൊക്കെയാണെന്ന് പിന്നെ പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ കൈവശം ഉള്ള പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത്. ഈ ടൂൾ നോക്കിയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ അറിയുന്നത്. കാരണം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ് നമ്മുടെ കൈവശം എത്രമാത്രം ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും എല്ലാം അറിയുന്നത് ഈ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്. ശരി, പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് ഇതിന്റെ ബുക്കിംഗ് കൈവശമുള്ള പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് അവരുടെ ജേണലും ലെഡ്ജറുമാണ്. അതേസമയം തന്നെ ഒരു അക്കൗണ്ടന്റിന്റെ കൈവശമുള്ള പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അടുത്തത് സ്കോപ്പ്. അടുത്ത ബേസിസ് ആയിട്ട് പറയുന്നത് സ്കോപ്പാണ്. ഇതിന്റെ സ്കോപ്പ് എന്നാണ് ബുക്കിംഗ് സ്കോപ്പ് എന്നാണ്. ജസ്റ്റ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യും, റെക്കോർഡ് ചെയ്തു. ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ട് ഗുണപരമായ മൂല്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നതാണ് ഒരു ബുക്ക് കീപ്പറുടെ ജോലി എന്ന് പറയുന്നത്. ഇത്രമാത്രം ജോലിയായിട്ടും അല്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാ വർക്കും ചെയ്യുന്ന പണപരമായ മൂല്യമുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അത്രമാത്രമേ അയാളുടെ സ്കോപ്പ്. അതിൽ കൂടുതൽ വർക്കൊന്നും അയക്കില്ല. അയാൾക്ക് ആർപ്പാട് ചെയ്യാറുള്ളത് പണപരമായ മൂല്യമുള്ള കാര്യങ്ങളുണ്ടോ അത് ഇവിടെ എഴുതി സൂക്ഷിക്കുന്നു, അത് ജേണൽ എടുക്കുന്നു, അത് ലെറ്ററിലേക്ക് മാറ്റിയെടുക്കുന്നു. അത് മാത്രമേ അയാളുടെ ജോലി. പക്ഷേ അക്കൗണ്ടന്റിന്റെ ജോലി എന്താണ്? അക്കൗണ്ടന്റിന്റെ സ്കോപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഇന്റർപ്രറ്റിംഗ് റിസൾട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഇവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അനാലിസിസ് നടത്തണം, ഇന്റർപ്രിട്ടേഷൻ നടത്തണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ അയാളുടെ ജോലിയാണ്. അപ്പം അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ജോലിയുണ്ട്. അയാൾ ചെയ്യണം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണം, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ അനാലിസിസും ഇന്റർപ്രിട്ടേഷൻ നടത്തണം. എന്നിട്ട് അത് ചെയ്യണം. അയാളെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൊടുക്കണം. അപ്പൊ അതൊക്കെയാണ് ഒരു അക്കൗണ്ടന്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഇവിടെ ബുക്ക് കീപ്പറുടെ ജോലി നമുക്കവിടെ റെക്കോർഡ് ചെയ്യാന്നുള്ളത് മാത്രമല്ല. പക്ഷേ അക്കൗണ്ടന്റിന്റെ ജോലി കുറച്ചുകൂടി വലിയ ജോലിയാണ്. കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ്. കുറച്ചുകൂടി ഹയർ എൻഡിലുള്ള ജോലിയാണ്. അടുത്ത ഡിസിഷൻ മേക്കിംഗ്. ബുക്ക് കീപ്പറെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഓൺ ദി ബേസിസ് ഓഫ് ബുക്ക് കീപ്പിംഗ് റെക്കോർഡ്സ് ഡിസിഷൻ കനോട്ട് ബി ടേക്കൺ. ബുക്ക് കീപ്പിംഗ് റെക്കോർഡ്സ് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഒരു തീരുമാനം നമുക്ക് ബുക്ക് കീപ്പിംഗ് റെക്കോർഡ് വെച്ചിട്ട് ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കാനോ ഒരു തീരുമാനങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. കാരണം ജേണലും ലെഡ്ജറും ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അക്കൗണ്ടിംഗ് ആണെങ്കിലോ ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ ഓൺ ദി ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. മാനേജറെ സംബന്ധിച്ചിടത്തോളം, ഇൻഡസ്ട്രി യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ നമ്മളെ സഹായിക്കുന്നത്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വെച്ചിട്ട് പലതരത്തിലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വളരെയധികം സഹായിക്കും. അതേപോലെ തന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ പറയാനുള്ളത്, ബുക്ക് കീപ്പർ എന്ന് പറയുന്ന അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കില്ല. അത്രയും 1-2 ദിവസം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ബുക്ക് കീപ്പർ ആവാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ക്വാളിഫൈഡ് ആയിരിക്കും. നമ്മളെ പോലെ ഒരു +2 കോമേഴ്സ് പഠിച്ചിരിക്കണം, ബികോം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എംകോം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ അക്കൗണ്ടന്റ് ആവും. വലിയൊരു സ്ഥാപനങ്ങൾക്കനുസരിച്ച് ഒരു അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ കൊമേഴ്സ് പഠിച്ചിട്ട് മാത്രമേ അക്കൗണ്ടന്റ് ആവാൻ പറ്റുള്ളൂ. പക്ഷേ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ട്രെയിൻഡ് ആയിട്ട് ഒരു 2-3 ദിവസം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ജേണലിത, ലെഡ്ജറിത എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അവർ എഴുതി റെഡിയാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബുക്ക് കീപ്പിംഗ് ജോലി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിളാണ്. പക്ഷേ അതേസമയം തന്നെ അക്കൗണ്ടിംഗ് ജോലി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ബുക്ക് കീപ്പിംഗ് വർക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. പക്ഷേ അക്കൗണ്ടിംഗ് വർക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ബുക്ക് കീപ്പിംഗ് വർക്ക് ചെയ്യാനായിട്ട് ആർക്കും ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും പ്രൊഫഷണൽ ആയിക്കൊണ്ടില്ല, അത്യാവശ്യം എഴുതാനും വായിക്കാനും കഴിയുന്ന ആൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് സ്റ്റഡീസ് നടത്തിയ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത ഏരിയ അക്കൗണ്ടൻസി. എന്താണ് അക്കൗണ്ടൻസി? നമ്മളിവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്: അക്കൗണ്ടിങ്, അക്കൗണ്ടൻസി, അതേപോലെ തന്നെ ബുക്ക് കീപ്പിംഗ്. Accounting refers to systematic knowledge of accounting. It gives
നോളജ് ഹൗ ടു മേക്ക് അക്കൗണ്ടിങ് വർക്ക്. അക്കൗണ്ടിങ് വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു നോളജ് കൊടുക്കുന്നത് ഒരു ശാഖയാണ് അക്കൗണ്ടിങ് എന്ന് പറയാനായിട്ട്. ഇതിനെല്ലാം ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടൻസിയും എല്ലാം തന്നെ അക്കൗണ്ടിങ്ങും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടതാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു ബ്രോഡായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം തന്നെ പെടുന്നത്. അതുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് നോളജ് എങ്ങനെയാണ് ഈ വർക്ക് എല്ലാം ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരികയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അക്കൗണ്ടൻസിയാണ് പുതിയ നോളജ് കൊണ്ടുവരുന്നു, അതേപോലെ ആശയങ്ങൾ കൊണ്ടുവരുന്നു, പുതിയ റൂൾസ് എല്ലാം കൊണ്ടുവരികയും ചെയ്യുന്നത് അക്കൗണ്ടൻസിയിലാണ്. Accountancy tells us how to maintain various books of accounts. ഈ ബുക്സ് ജേണൽ ലെഡ്ജർ ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ എഴുതണം, ബാലൻസ് ഷീറ്റ് എങ്ങനെ എഴുതണം, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്നത് അക്കൗണ്ടൻസിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ബുക്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ അക്കൗണ്ടുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആവും, ബാലൻസ് ഷീറ്റ് ആവും, ഓരോ പലതരത്തിലുള്ള അക്കൗണ്ടുകളാവും, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് തരുന്നത് അക്കൗണ്ടൻസിയാണ്. Accountancy gives the knowledge of how to prepare various books and how to communicate accounting information to the various accounting users. Accounting users ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ കൈമാറണമെന്നുള്ളത്, അതുപോലെ ബുക്സ് എല്ലാം, അതായത് ബുക്സ് എന്ന് പറഞ്ഞാൽ ലെഡ്ജറും ജേണലൊക്കെ ആയിരിക്കും. ഇതൊക്കെ ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് തരുന്ന അക്കൗണ്ടൻസിയാണ്. അതേപോലെ തന്നെ accounting is a systematic knowledge like other academic subjects such as economics, physics, chemistry. അതേപോലെ തന്നെ ഒരു പ്രത്യേക ഒരു അക്കാദമിക് സബ്ജക്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റമാറ്റിക് നോളജ്. അക്കൗണ്ടിങ് ഇസ് എ സിസ്റ്റമാറ്റിക് നോളജ് നമുക്ക് പറയാൻ സാധിക്കും. എക്കണോമിക്സ് പോലെ കെമിസ്ട്രി പോലെ തന്നെ ഒരു നോളജാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് ബ്രോഡായിട്ട് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ, അക്കൗണ്ടിങ് വർക്ക് എങ്ങനെ ചെയ്യണമെന്നുണ്ടോ, അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് വർക്ക് എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ച് എല്ലാം തന്നെ വിശദമായി പറയുന്നത് അക്കൗണ്ടിങ്ങിലാണ്. നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ബുക്ക് കീപ്പിംഗ് എന്താണ്, അക്കൗണ്ടൻസി എന്താണ്, അക്കൗണ്ടിങ് എന്താണ്. അപ്പോൾ അതിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നടുക്കുള്ള ഈ സെന്ററാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ചെറിയ നാരോ ആയിട്ട് അതിൽ ആകപ്പാടെ ചെയ്യുന്നത് റെക്കോർഡിങ്ങും അതേപോലെ ക്ലാസിഫൈയും ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. ജേണൽ എന്നുള്ള ബുക്കിലേക്ക് എഴുതുന്നു, അത് ക്ലാസിഫൈ ചെയ്ത് ലെഡ്ജർ എന്നുള്ള ബുക്കിലെ ഓരോ പേജിലേക്ക്, അക്കൗണ്ട് എന്നുള്ള ഓരോ പേജിലേക്ക് മാറ്റി എഴുതുന്നത് മാത്രമേ ബുക്ക് കീപ്പിംഗിൽ വരുന്നു. അത് അധികം നോളജ് ഒന്നും ഇല്ലാത്ത, അധികം അക്കൗണ്ടിങ് നോളജ് ഒന്നും ഇല്ലാത്ത, കൊമേഴ്സ് പഠിക്കാതെ ആർക്ക് വേണമെങ്കിൽ 2 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. കോംപ്ലിക്കേറ്റഡ് അല്ല, ആർക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് കുറച്ചുകൂടി വൈഡറാണ്, ബുക്ക് കീപ്പിങ്ങിനെക്കാളും വൈഡറാണ്. ബുക്ക് കീപ്പിംഗ് നിർത്തിയാൽ അക്കൗണ്ടിങ് തുടങ്ങുന്നത്. അതായത് ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യാം, അനലൈസ് ചെയ്യാം, അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി വൈഡറായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പഠിച്ച ആൾക്കാർ, ഇതിനെക്കുറിച്ച് പഠിച്ച നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ആ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അടുത്തത് അതിൻ്റെ ഏറ്റവും ഇതിലായിട്ട് വരുന്ന അക്കൗണ്ടൻസി എന്നുള്ളൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിലാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോ ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ജേണൽ എന്നുള്ള ബുക്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, ലെഡ്ജർ എന്നുള്ള ബുക്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ച്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ഒരു അക്കൗണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അതിലെങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, ഓരോ കാര്യങ്ങൾ എഴുതേണ്ട സ്ഥലം എവിടെയാണ്, അതിനെക്കുറിച്ചെല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു പഠന സങ്കേതം അല്ലെങ്കിൽ പഠന ശാഖ എന്ന് പറയാനായിട്ട് സാധിക്കുന്ന സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിൽ എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും 3 കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഏറ്റവും കൂടുതലായി വരുന്ന ബുക്ക് കീപ്പിംഗ് എന്നുള്ളതും, രണ്ടാമത് വരുന്ന അക്കൗണ്ടിങ് എന്നുള്ളതും, ഏറ്റവും പുറമെ ബ്രോഡായിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസി എന്നുള്ളതും, 3 ശാഖകളെ കുറിച്ചാണ് നമ്മൾ ഇവിടുത്തെ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ നോട്ടും കൂടി കൂടുതൽ തന്നെ എഴുതി പോകാം. നമുക്ക് 11 മണിയുടെ ക്ലാസ്സിലെ അടുത്ത കാണാം. ഇതിൻ്റെ പലതരത്തിലുള്ള വേർഷൻസ്, പലതരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എഴുതാം. ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് കൂടി ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. ആർക്കെങ്കിലും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാണാൻ ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം.
അയച്ചു തരാം.